ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മാലിന്യ പ്രശ്നം എന്നും ഒരു വെല്ലുവിളിയാണ്. മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി പ്രത്യേക സംവിധാനങ്ങളുണ്ടെങ്കിലും അത് കാര്യക്ഷമമായി ഉപയോഗിക്കാത്തതാണ് പ്രശ്നം. വൈകിയാണെങ്കിലും മാലിന്യ സംസ്കരണ പ്ലാന്റ് സജ്ജമാക്കാനുള്ള തീരുമാനം സ്വാഗതാർഹം തന്നെ. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. പൊതുപരീക്ഷകളെ അപമാനിക്കുന്ന നയം UDF പിന്തുടരുകയാണെന്ന് SFI സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ്. SSLC ഉത്തരക്കടലാസ് നടുറോഡിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ SFIയുടെ പ്രതിഷേധ മാർച്ച്. അമൃതാനന്ദമയിക്കെതിരായ പ്രസ്താവനകളിൽ പ്രതിഷേധിച്ച് സ്വാമി സന്ദീപാനന്ദഗിരിക്കെതിരെ ചൂലുയർത്തി പ്രതിഷേധം. പ്രസ്താവനകളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സ്വാമി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തന സജ്ജമാവുന്നു. 90% പൈപ്പിടൽ പൂർത്തിയായതായി അധികൃതർ. വിശദമായ വാർത്തകളിലേക്ക്. പൊതുപരീക്ഷകളെ അപമാനിക്കുന്ന നയം UDF പിന്തുടരുകയാണെന്ന് SFI സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ്. കഴിഞ്ഞ ദിവസം SSLC ഉത്തരക്കടലാസ് നടുറോഡിൽ ഉപേക്ഷിച്ചതിൽ പ്രതിഷേധിച്ച് SFI ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച DD ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസം കീഴ്ശ്ശേരി മഞ്ചേരി റോഡിൽ SSLC പരീക്ഷയുടെ ഉത്തരക്കടലാസ് നടുറോഡിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിൽ പ്രതിഷേധിച്ച് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. DDE ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് SFI സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ് ഉദ്ഘാടനം ചെയ്തു. പൊതുപരീക്ഷകളെ അപമാനിക്കുന്ന നയം UDF പിന്തുടരുകയാണെന്നും 2005-ലും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നയത്തിനെതിരെ SFI ശക്തമായി പ്രതിഷേധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. SFI ചൂണ്ടിക്കാണിച്ചത് പൊതുപരീക്ഷയുടെ നിലവാരം, അതിന്റെ വിശ്വാസ്യത ഉറപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പും സ്വീകരിച്ചു വരണം. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VK കിരൺ രാജ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ NK ജിജേഷ്, VN നികേഷ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. 100ഓളം വിദ്യാർത്ഥികൾ മാർച്ചിൽ പങ്കെടുത്തു. അമൃതാനന്ദമയിക്കെതിരെ പ്രചരണം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അഖില കേരള ധീവരസഭ നടത്തിയ തീരദേശ ഹർത്താൽ കോഴിക്കോട് ജില്ലയിൽ പൂർണ്ണമായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. അമൃതാനന്ദമയിക്കെതിരെ സ്വഭാവ ദൂഷ്യം ആരോപിച്ചും ആശ്രമത്തെ അപകീർത്തിപ്പെടുത്തിയും പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സ്വകാര്യ ചാനലിന്റെ അംഗീകാരം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി അഖില കേരള ധീവരസഭ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താൽ കോഴിക്കോട് ജില്ലയിൽ പൂർണ്ണം. വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയാണ് ഹർത്താൽ സംഘടിപ്പിച്ചത്. അമ്മേനെപ്പറ്റി ഇടതുപക്ഷ പാർട്ടിക്ക് ഒരു അനാവശ്യമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ തീരദേശ മൊത്തം കേരളത്തിലെ തീവ്രസഭ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ച സമൂഹ നന്മയ്ക്കും ജനക്ഷേമത്തിനും അമൃതാനന്ദമയി നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് ആശ്രമം വിട്ടുപോയവരുടെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന തൽപര കക്ഷികളുടെ ശ്രമം അപലപനീയമാണെന്ന് ധീവരസഭ ജില്ലാ കോർഡിനേറ്റർ കമ്മിറ്റി ചെയർമാൻ V സുധാകരൻ പറഞ്ഞു. അമൃതാനന്ദമയിക്കെതിരെ ദുഷ്പ്രചരണങ്ങൾ അവസാനിപ്പിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഇവർ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹർത്താലിനോടനുബന്ധിച്ച് കിഡ്സൺ കോർണറിൽ പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. കൂട്ടായ്മയിൽ യുവജനസഭ സംസ്ഥാന പ്രസിഡന്റ് സുനിൽ മടപ്പള്ളി, രാജു കുന്നത്ത്, TV മുരളി, K മനോജ് പുതിയാപ്പ, മഠത്തിൽ രവീന്ദ്രൻ, സത്യൻ പുതിയാപ്പ എന്നിവർ സംസാരിച്ചു. അഴകൊടി ദേവീക്ഷേത്രത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്ന സ്വാമി സന്ദീപാനന്ദഗിരിക്കെതിരെ അമൃതാനന്ദമയി ഭക്തർ ചൂലുയർത്തി പ്രതിഷേധിച്ചു. അമൃതാനന്ദമയിക്കെതിരായ പ്രസ്താവനകളിൽ പ്രതിഷേധിച്ചായിരുന്നു ഒരു കൂട്ടം വനിതകളുടെ ചൂൽ പ്രയോഗം. അതേസമയം പ്രസ്താവനകളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ആധ്യാത്മികത ആരുടെയും കുത്തകയല്ലെന്നും സ്വാമി സന്ദീപാനന്ദഗിരി പറഞ്ഞു.
കോഴിക്കോട് അഴകൊടി ദേവി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത തത്വവിചാരയജ്ഞത്തിന്റെ ഭാഗമായി പ്രഭാഷണം നടത്തുകയായിരുന്നു സ്വാമി സന്ദീപാനന്ദഗിരി. ഇതിനിടെയാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ ഒരു കൂട്ടം സ്ത്രീകൾ ചൂലുകളുമായി ക്ഷേത്രവളപ്പിലേക്ക് കയറിയത്. സ്ത്രീകൾ വരിയായി ചൂലുയർത്തി കടന്നു വന്നതോടെ സംഘാടകർക്കും ആദ്യം കാര്യം പിടികിട്ടിയില്ല. ക്ഷേത്രമുറ്റത്തു നിന്ന് പന്തലിലേക്ക് കയറിയ സ്ത്രീകൾ നേരെ സന്ദീപാനന്ദഗിരി പ്രസംഗിക്കുന്ന വേദിയുടെ അടുത്തേക്ക് നീങ്ങി. ഇതിനിടെ സ്വാമി പ്രസംഗം നിർത്തി കാര്യമന്വേഷിച്ചു. ചൂലേന്തിയതിനാൽ ആം ആദ്മി പ്രവർത്തകരാണോ എന്ന സംശയം അദ്ദേഹം മൈക്കിലൂടെ ചോദിച്ചു. എന്നാൽ സ്വാമിക്കെതിരെയാണ് സ്ത്രീകൾ നീങ്ങുന്നതെന്ന് മനസ്സിലാക്കിയതോടെ വേദിക്കരികിൽ ക്ഷേത്ര കമ്മിറ്റിക്കാർ സ്ത്രീകളെ തടഞ്ഞു. അമ്മയ്ക്കെതിരെ സംസാരിച്ചാൽ വെറുതെ വിടില്ലെന്ന് ഇതിനിടെ പ്രതിഷേധക്കാർ വിളിച്ചു പറഞ്ഞു. ഇതോടെ അല്പനേരം പന്തലിൽ ബഹളമായി. ബഹളത്തിനിടെ സംഘാടകർ പ്രതിഷേധക്കാരെ പന്തലിന് പുറത്തേക്കും തുടർന്ന് റോഡിലേക്കും ഇറക്കിവിട്ടു. ഇവർ തമ്മിൽ റോഡിലും അല്പനേരം വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. അമ്പള പറമ്പിലേക്ക് ആക്രമിച്ച് കിടക്കുക സമ്മാനത്തിലല്ല അതൊക്കെ ഇതാണ് ഇവിടെ അമൃതാനന്ദ വഴി പഠിപ്പിച്ച് അമ്പതാതി പഠിപ്പിച്ചേക്ക് പോയിട്ട് ചന്ദ്രേഷിനെ അമ്പതാതി പഠിപ്പിച്ച് ഓടി 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 അവിടെ ഒരു പരിപാടി ഇത്തരം അനുയായികളെയാണ് അമൃതാനന്ദമായി പടച്ചുവിടുന്നതെന്ന് പിന്നീട് പ്രസംഗം തുടർന്നുകൊണ്ട് സന്ദീപാനന്ദഗിരി പറഞ്ഞു. വഴിയിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നതല്ല ആത്മീയത, സ്വന്തം അമ്മയെ തള്ളേ എന്ന് വിളിച്ച് വഴിയിൽ കാണുന്നവരെ അമ്മയെന്ന് വിളിക്കലല്ല സംസ്കാരം തുടങ്ങിയ തന്റെ പ്രസ്താവനകളിൽ ഉറച്ചു നിൽക്കുന്നതായും അദ്ദേഹം ആവർത്തിച്ചു. നമ്മൾ പറഞ്ഞത് വഴി നിന്ന് കെട്ടിപ്പിടിക്കുന്നതല്ല ആധ്യാത്മികത, സ്വന്തം അമ്മയെ തള്ള എന്ന് വിളിച്ച് ആശ്രമത്തിലെ ഏതെങ്കിലും അമ്മയെ അമ്മ എന്ന് വിളിക്കുന്ന മലയാളി മാറേണ്ടതാണ്. അതൊക്കെ നമ്മുടെ പ്രസ്താവനകളാണ്. ഇതിനൊന്നും ഒരു മാറ്റവുമില്ല. ആധുനിക മലയാളിയുടെ പൂജാമുറി ആധുനിക ആൾദൈവങ്ങളെ കൊണ്ട് വീർപ്പുമുട്ടുന്നു. ഇതൊക്കെ നമ്മുടെ സ്റ്റേറ്റ്മെന്റാണ്. ഇതിലൊന്നും മാറ്റമില്ല. ഇത് നമ്മുടെ ഗവേഷണവുമാണ്. പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്ന വിവരം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നേരത്തെ പോലീസിൽ അറിയിച്ചിരുന്നെങ്കിലും ആവശ്യത്തിന് പോലീസ് സ്ഥലത്തുണ്ടായിരുന്നില്ല. എന്നാൽ പ്രതിഷേധക്കാരെത്തുകയും സംഘർഷാവസ്ഥ നിലനിൽക്കുകയും ചെയ്തതോടെ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തന സജ്ജമാവുന്നു. പ്ലാന്റിലെ ട്രാൻസ്ഫോമർ വീണ്ടും പുനഃസ്ഥാപിച്ചു. പൈപ്പിടൽ 90% പൂർത്തിയായതായും തുടർ പ്രവൃത്തികൾ ഉടനെ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. മെഡിക്കൽ കോളേജിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ നടപടിയാകുന്നു. ഇതിന്റെ ഭാഗമായി പ്ലാന്റിൽ നിന്ന് എടുത്തുമാറ്റിയ ട്രാൻസ്ഫോമർ ഇവിടെ പുനഃസ്ഥാപിച്ചു. പ്ലാന്റ് പ്രവർത്തിക്കാത്തത് ചൂണ്ടിക്കാട്ടി നേരത്തെ KSEB അധികൃതർ ട്രാൻസ്ഫോമർ എടുത്തുകൊണ്ടുപോവുകയായിരുന്നു. 11 സംഭരണികളാണ് പ്ലാന്റിലുള്ളത്. ഇതിൽ 10ലെയും വെള്ളം വറ്റിച്ചു കഴിഞ്ഞു. അടിഭാഗത്തെ പായലും മറ്റും എടുത്തുമാറ്റി അടുത്ത ആഴ്ചയോടെ സംഭരണി പൂർണ്ണമായും വൃത്തിയാക്കും. പ്രവർത്തിക്കാതെ കിടന്നതിനാൽ യന്ത്രസാമഗ്രികൾ തകരാറിലായെങ്കിലും സംഭരണികളെല്ലാം പ്രവർത്തനക്ഷമമാണ്. ഇത് അധികൃതരുടെ പരിശോധനയിലും വ്യക്തമായതാണ്. മോഷണം പോയ സാധനങ്ങൾക്ക് പകരം പുതിയത് സ്ഥാപിച്ച് ബാക്കി ഉപകരണങ്ങൾ നന്നാക്കി പ്രവർത്തനക്ഷമമാക്കാൻ പറ്റുമോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി മുംബൈയിലെ ഷാർപ്പൻ ഇൻഡസ്ട്രീസിന്റെ ഡയറക്ടർ KP ജയപ്രസാദ് പ്ലാന്റിലെത്തി പരിശോധന നടത്തി. ഇവിടെയുള്ള മോട്ടോറുകൾ മികച്ചതാണെന്നും അതിനാൽ ചിലപ്പോൾ മോട്ടോറുകൾ റീവൈൻഡ് ചെയ്താൽ പ്രവർത്തനക്ഷമമാക്കാൻ പറ്റുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതിന്റെ ഭാഗമായി അടുത്ത ദിവസങ്ങളിൽ മോട്ടോറുകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് തുടർ നടപടി സ്വീകരിക്കാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ മോട്ടോറുകളെല്ലാം മാറ്റി പുതിയത് സ്ഥാപിക്കുന്നതിനും 1 വർഷത്തേക്ക് പ്രവർത്തിക്കുന്നതിനുമായി 60 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് കൺസൾട്ടൻസിയായ ഹിന്ദുസ്ഥാൻ പ്രീഫാബ് ലിമിറ്റഡ് NRHM ഡയറക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. NRHM ഫണ്ട് ലഭ്യമാകാൻ വൈകുകയാണെങ്കിൽ ആശുപത്രി വികസന സമിതിയിൽ നിന്ന് തുക കണ്ടെത്തിയെങ്കിലും എത്രയും വേഗത്തിൽ പ്ലാന്റ് പ്രവർത്തിക്കാനുള്ള തീരുമാനത്തിലാണ് അധികൃതർ. ശുദ്ധീകരിച്ച വെള്ളം കനോലി കനാലിലേക്ക് ഒഴുക്കുന്നതിനുള്ള പൈപ്പിടൽ 90% പൂർത്തിയായിട്ടുണ്ട്. തൊണ്ടയാട് ജംഗ്ഷന് സമീപം 262 മീറ്ററിലാണ് ഇനി പൈപ്പിടാനുള്ളത്. ഇതും വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരികയാണെന്നും അധികൃതർ അറിയിച്ചു. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NP സക്കീർ. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്.
ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും സഖ്യമില്ലാതെ BSP കേരളത്തിൽ മുഴുവൻ പാർലമെന്റ് മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ബഹുജൻ സമാജ് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി പ്രൊഫസർ സുരേഷ് മാനെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദലിതർ, ആദിവാസികൾ, പിന്നോക്കക്കാർ, മതന്യൂനപക്ഷങ്ങൾ എന്നിവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിൽ കോൺഗ്രസ് നയിക്കുന്ന UPA പരാജയപ്പെട്ടു എന്നതാണ് ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള BSPയുടെ ഉറച്ച തീരുമാനത്തിന് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2014 മാർച്ച് 4-ന് ഡൽഹിയിൽ BSP ആസ്ഥാനത്ത് വെച്ച് നടന്ന കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ യോഗത്തിൽ യാതൊരു രാഷ്ട്രീയ പാർട്ടികളുമായും സഖ്യമില്ലാതെ മുഴുവൻ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് നയം വ്യക്തമാക്കിക്കൊണ്ട് BSP ദേശീയ അധ്യക്ഷയും ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ മായാവതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. BSP സാമൂഹ്യ സാമ്പത്തിക പരിവർത്തനത്തിനുള്ള ഒരു പ്രസ്ഥാനമായതുകൊണ്ട് ഒരിക്കലും നിലവിലുള്ള വ്യവസ്ഥിതിയുടെ സംരക്ഷകരായ മറ്റു പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുന്ന കാര്യം ആലോചിച്ചിട്ടു പോലുമില്ലെന്ന് BSP ദേശീയ ജനറൽ സെക്രട്ടറി സുരേഷ് മാനെ പറഞ്ഞു. കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ശക്തികളെ പാർട്ടി തുറന്ന മനസ്സോടെ കാണുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കോൺഗ്രസ് നയിക്കുന്ന UPA ദലിതർ, ആദിവാസികൾ, പിന്നോക്കക്കാർ, മതന്യൂനപക്ഷങ്ങൾ എന്നിവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ് ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള BSPയുടെ ഉറച്ച തീരുമാനത്തിന് കാരണമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ വാർത്തകളിൽ ഇടവേളയ്ക്ക് ശേഷം വാർത്തകളുമായി സജീഷ് കുമാർ തറയിൽ. Galaxy made of ABS material. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. രുചിപ്പുരയുടെ വഴിമുടക്കി അനധികൃത ബങ്ക്. 2 ആഴ്ച മുൻപ് കോർപ്പറേഷൻ തുറന്ന കുടുംബശ്രീ വിപണന കേന്ദ്രത്തിന്റെയും രുചിപ്പുരയുടെയും കവാടത്തിൽ സ്ഥാപിച്ച ബങ്കാണ് കോർപ്പറേഷൻ ഭരണാധികാരികൾക്ക് തലവേദനയായത്. എന്നാൽ ബങ്ക് ഉടനെ തന്നെ നീക്കം ചെയ്യുമെന്ന് കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ജാനമ്മ കുഞ്ഞുണ്ണി പറഞ്ഞു. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഫോക്കസ് മോളിന് സമീപം കുടുംബശ്രീ ആരംഭിച്ച രുചിപ്പുരയിലേക്കുള്ള കവാടത്തിലാണ് അജ്ഞാതർ അനധികൃതമായി ബങ്ക് സ്ഥാപിച്ചത്. ഇതിനാൽ രുചിപ്പുരയിലേക്കുള്ള വാതിൽ അടയുമെന്ന ആശങ്കയിലാണ് കുടുംബശ്രീ പ്രവർത്തകർ. ബങ്ക് വഴിമുടക്കിയതോടെ കടയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നതിനായി വാഹനങ്ങൾക്ക് വരാനും ഗേറ്റ് അടയ്ക്കാനും സാധിക്കാത്ത അവസ്ഥയായിരിക്കുകയാണ്. കോർപ്പറേഷന്റെ സ്ഥലത്ത് അനധികൃതമായി വെച്ച ബങ്ക് കുടുംബശ്രീ പ്രവർത്തകരുടെ പരാതി പ്രകാരം കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗം ഒരിക്കൽ എടുത്തു മാറ്റിയതായിരുന്നു. എന്നാൽ ദിവസങ്ങൾക്കകം തന്നെ വീണ്ടും ബങ്ക് പഴയ സ്ഥാനത്ത് തന്നെ എത്തി. ഇതേ തുടർന്ന് കുടുംബശ്രീ സ്വന്തം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഉന്തുവണ്ടി യൂണിയൻ നേതാവും മുൻ കൌൺസിലറുമായിരുന്ന ഒരാളുടെ നേതൃത്വത്തിലാണ് അനധികൃത ബങ്ക് നിലനിർത്താനുള്ള ശ്രമമെന്നാണ് പ്രവർത്തകർ പറയുന്നത്. അനധികൃത ബങ്ക് പ്രവർത്തിച്ചിരുന്ന സ്ഥലം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരുന്നു. കുടുംബശ്രീ രുചിപ്പുര വന്നതോടെ ഇത്തരം പ്രവർത്തനങ്ങൾ തടസ്സമായി. ബങ്കിന്റെ പുനഃസ്ഥാപനത്തിന് പിന്നിൽ ഇവരുടെ പങ്കുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കുടുംബശ്രീ രുചിപ്പുരയുടെ കവാടത്തിൽ പുനഃസ്ഥാപിച്ച അനധികൃത ബങ്ക് ഉടനെ നീക്കം ചെയ്യുമെന്ന് കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ജാനമ്മ കുഞ്ഞുണ്ണി അറിയിച്ചു. കുതിരവട്ടം ഗവൺമെന്റ് UP സ്കൂളിന് സൗജന്യമായി കമ്പ്യൂട്ടർ നൽകി. കമ്പ്യൂട്ടർ സമർപ്പണത്തിന്റെ ഉദ്ഘാടനം വത്യാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്തിന്റെ ഡയറക്ടർ ഡോക്ടർ S. ശാന്തകുമാർ നിർവഹിച്ചു. ചടങ്ങിൽ DCC പ്രസിഡന്റ് KC അബു മുഖ്യപ്രഭാഷണം നടത്തി. കോഴിക്കോട് കുതിരവട്ടം ഗണപത് UP സ്കൂളിന് പഠനാവശ്യത്തിനായി കമ്പ്യൂട്ടർ നൽകി. കോഴിക്കോട് വത്യാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് ഡയറക്ടർ ഡോക്ടർ S. ശാന്തകുമാറാണ് വിദ്യാലയത്തിന് സൗജന്യമായൊരു കമ്പ്യൂട്ടർ നൽകിയത്. കമ്പ്യൂട്ടർ സമർപ്പണവും ഉദ്ഘാടനവും ഡോക്ടർ S. ശാന്തകുമാർ നിർവഹിച്ചു. അതിന് ഏകദേശ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും ഇവിടുത്തെ മാറിയിട്ടില്ല
ഇതുപോലെ തന്നെയായിരുന്നു നമ്മൾ സന്ദർശനം ഇവിടെ നടത്തുവാനും അതിൽ നിങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേർന്നതിന് എനിക്ക് അതിയായ നന്ദിയുണ്ട്. മറ്റ് പ്രസംഗത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. സ്കൂൾ PTA പ്രസിഡന്റ് M. ഉദയകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC പ്രസിഡന്റ് KC അബു മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാനാധ്യാപിക OK ജലജ, വാർഡ് കൌൺസിലർ K. ശ്രീകുമാർ, പൂനൂർ K. കരുണാകരൻ, PK സരസ്വതി എന്നിവർ സംബന്ധിച്ചു. ക്യാൻവാസിൽ പ്രകൃതിയുടെ അപൂർവ കാഴ്ചകളൊരുക്കി സതി ടീച്ചറുടെ ചിത്രപ്രദർശനം ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. ഓയിൽ പെയിന്റിംഗിൽ തീർത്ത ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. 23 വരെ സംഘടിപ്പിച്ച പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ചിത്രകാരി കമിത മുഖോപാധ്യായ നിർവഹിച്ചു. പ്രകൃതി ഭാവങ്ങളുടെ അപൂർവ കാഴ്ചയൊരുക്കി സതി ടീച്ചറുടെ ചിത്രപ്രദർശനം കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. വർണ്ണങ്ങൾ ഉപയോഗിക്കുന്ന കരവിരുതും ബ്രഷിന്റെ ചലനതാളവുമാണ് വൈവിധ്യമാർന്ന ഓയിൽ പെയിന്റിംഗ് ചിത്രങ്ങളിൽ വിരിയുന്നത്. തന്റെ വരകൾ ആരെയും അനുകരിച്ചതല്ലെന്ന് ടീച്ചർ പറയുന്നു. ചിത്രങ്ങൾ തന്റേതു മാത്രമാണ്. ചിന്തകൾക്ക് പുതിയ രൂപഭാവങ്ങൾ നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും അവർ സൂചിപ്പിച്ചു. പ്രദർശനം കവിത മുഖോപാധ്യായ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 വർഷമായി മ്യൂറൽ പെയിന്റിംഗിലും സതി ടീച്ചർ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഗോതിക് രീതിയിലുള്ള ചില ചിത്രങ്ങളുമുണ്ട്. ഫ്രഞ്ച് ചിത്രകലയുടെ സ്വാധീനവും വരകളിൽ കാണാം. കടലിൽ ആടിയുലയുന്ന കപ്പൽ, വിളക്കേന്തിയ വനിത, മനോഹരമായ വെള്ളച്ചാട്ടം എന്നിങ്ങനെ പോകുന്നു വരകളുടെ നിര. പെൺകുട്ടികൾ ചിത്രകല തിരഞ്ഞെടുക്കാത്ത കാലത്താണ് പഠനത്തിനായി മദ്രാസിലേക്ക് വണ്ടി കയറിയത്. അന്ന് മദ്രാസ് ഫൈൻ ആർട്സ് കോളേജിൽ ജയപാല പണിക്കരുടെ സ്കൂളിലുണ്ടായിരുന്ന ഏക മലയാളി പെൺകുട്ടിയായിരുന്നു ഇപ്പോൾ മാഹിയിൽ സ്വന്തമായി ചിത്രകലാ സ്കൂൾ നടത്തുന്ന സതി ടീച്ചർ. 23-ന് പ്രദർശനം അവസാനിക്കും. മണൽ കടത്തിയ ലോറി പിഴയടച്ചിട്ടും വിട്ടുകൊടുക്കാൻ 4000 രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ RDO ഓഫീസിലെ UD ക്ലർക്ക് P. അനൂപ് കുമാറിനെ വിജിലൻസ് പിടികൂടി. കഴിഞ്ഞ ദിവസം കുന്നമംഗലം സ്വദേശിയിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് DYSP K. അഷ്റഫിന്റെ നേതൃത്വത്തിൽ വിജിലൻസ് പിടികൂടിയത്. RDOയുടെ സ്പെഷ്യൽ സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്ത മണൽ ലോറി വിട്ടു നൽകാൻ കൈക്കൂലി വാങ്ങവേ കോഴിക്കോട് റവന്യൂ ഡിവിഷണൽ ഓഫീസിലെ UD ക്ലർക്ക് എരഞ്ഞിപ്പാലം വാഴത്തിരുത്തി റോഡ് ശ്രീകരണ വീട്ടിൽ C. അനൂപ് കുമാറിനെ 4000 രൂപ സഹിതം വിജിലൻസ് അറസ്റ്റ് ചെയ്തു. വ്യാഴാഴ്ചയാണ് വിജിലൻസ് DYSP K. അഷ്റഫിന്റെ നേതൃത്വത്തിൽ അനൂപിനെ അറസ്റ്റ് ചെയ്തത്. മണൽ ലോറി വിട്ടുകിട്ടാൻ നിയമാനുസൃത പിഴയടച്ചിട്ടും RDOയുടെ ഉത്തരവ് ലഭ്യമാക്കാനാണ് ഇയാൾ കുന്നമംഗലം സ്വദേശിയോട് 10000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത്. പിഴയടച്ചാലും RDOയുടെ രേഖാമൂലം ഉത്തരവുണ്ടെങ്കിലേ ലോറി മടക്കി കിട്ടൂ. നേരത്തെ പിഴയടച്ച ടിപ്പറുടമ ഉത്തരവിന് സമീപിച്ചപ്പോൾ അനൂപ് 10000 രൂപ ആവശ്യപ്പെട്ടത്രേ. 2 ദിവസം മുൻപ് അഡ്വാൻസായി 1000 രൂപ നൽകിയ ടിപ്പറുടമ വിവരം വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു. വിജിലൻസ് മാർക്ക് ചെയ്ത് നൽകിയ പണവുമായി ഉടമ ഓഫീസിലെത്തിയപ്പോൾ ഗോവണിയിലേക്ക് എത്താൻ നിർദ്ദേശിച്ചു. അവിടെ വെച്ച് പണം എണ്ണി തിട്ടപ്പെടുത്തി പോക്കറ്റിലിട്ടയുടൻ DYSPയും സംഘവും അനൂപിനെ വളഞ്ഞു. ഇതിനിടെ ഓടി രക്ഷപ്പെടാൻ ഇയാൾ വിഫല ശ്രമം നടത്തി. ഫിനോഫ്തലിൻ പുരട്ടിയ നോട്ടുകൾ അനൂപിന്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെടുത്തു. പണം വാങ്ങിയ കൈയിലും ചുവപ്പ് പൊടി പറ്റിയിരുന്നു. മണലോറി പിടികൂടാൻ രൂപവൽക്കരിച്ച RDO സ്പെഷ്യൽ ടീമിലെ അംഗം കൂടിയാണ് അനൂപ്. മണലോറി ഇടപാടുമായി ബന്ധപ്പെട്ട് RDO ഓഫീസിൽ വൻ കൈക്കൂലി ഇടപാട് നടക്കുന്നതായി നേരത്തെ പരാതിയുണ്ടായിരുന്നു. വൈകിട്ട് കോടതിയിൽ ഹാജരാക്കിയ അനൂപിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ സബ് കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ അനൂപിനെ സസ്പെൻഡ് ചെയ്യുമെന്നാണ് ജില്ലാ കളക്ടർ CA ലത പറയുന്നത്. ഫുട്ബോളിനു വേണ്ടി ജീവിതം സമർപ്പിച്ച് മലബാറിൽ കാൽപന്ത് കളിക്ക് വിത്തുപാകിയ T. അബൂബക്കറിനെ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. KDFA ഹാളിൽ നടന്ന പരിപാടി കളിയെഴുത്തുകാരൻ K. അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോളിനു വേണ്ടി ജീവിതം സമർപ്പിച്ച് മലബാറിൽ കാൽപന്ത് കളിക്ക് വിത്തുപാകിയ T. അബൂബക്കറിനെ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. 19ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് KDFA ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കളിയെഴുത്തുകാരൻ K. അബൂബക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കളിക്കാരെയും സംഘാടകരെയും കളിയെഴുത്തുകാരെയും ഒരുപോലെ പ്രോത്സാഹിപ്പിച്ച പ്രതിഭാധനനായ ഫുട്ബോളറായിരുന്നു അബൂബക്കർ എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. അവരുടെ രക്ഷാനിരയിൽ ഹാഫ് ലൈനിൽ മികച്ച കളി നടത്തി. അത് കഴിഞ്ഞ് പെട്ടെന്ന് അദ്ദേഹം കളികളൊക്കെ നിർത്തി. പിന്നെ യങ് മെൻസ് പറയുന്ന ആ ക്ലബ്ബ് മാതൃഭൂമിയുടെ നേരെ മുമ്പിലായിരുന്നു. ആ ക്ലബിലാണ് നേതൃത്വം നൽകിക്കൊണ്ടാണ് PP മുറുവയെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ഫുട്ബോൾ ഒരു ശരിയായ രീതിയിൽ അസോസിയേഷൻ ഫുട്ബോൾ എന്ന രീതിയിൽ സോക്കർ നടത്തുവാനുള്ള ശ്രമം ആരംഭിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ എങ്ങോട്ട് എന്ന ചർച്ചയിൽ CPM ഉസ്മാൻ കോയ വിഷയം അവതരിപ്പിച്ചു. ആധുനിക പരിശീലകരും സംവിധാനങ്ങളും ഉണ്ടെങ്കിലേ ഫുട്ബോളിന് മുന്നേറ്റം ഉണ്ടാക്കാനാകൂ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതിന് ഗവൺമെന്റുകൾ താൽപര്യമെടുക്കണം. ചെറിയ കുട്ടികളെ വ്യവസ്ഥാപിതമായി പരിശീലിപ്പിക്കണം. നടക്കാവ് മുഹമ്മദ് കോയ, EV ഉസ്മാൻ കോയ, ഭാസി മലാപ്പറമ്പ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ജില്ലാ വാർത്തകളിൽ മറ്റൊരു ഇടവേള.
Galaxy made of ABS material. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. ചെറുവണ്ണൂർ ലിറ്റിൽ ഫ്ലവർ AUP സ്കൂൾ വാർഷികം വിപുലമായ പരിപാടികളോടെ നടന്നു. കോഴിക്കോട് രൂപത വികാരി ജനറൽ ഫാദർ തോമസ് പനക്കൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അധ്യാപിക ഗ്ലാഡീസ് ഡിക്കുഞ്ഞിയെ ആദരിച്ചു. ചെറുവണ്ണൂർ ലിറ്റിൽ ഫ്ലവർ AUP സ്കൂളിന്റെ വാർഷികം വിവിധമായ പരിപാടികളോടെ ആഘോഷിച്ചു. PTA പ്രസിഡന്റ് സക്കീർ ഹുസൈൻ AP അധ്യക്ഷനായ പരിപാടി കോഴിക്കോട് രൂപത വികാരി ജനറൽ മോൺ ഡോക്ടർ തോമസ് പനക്കൽ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മൊയ്തീൻ കോയ, ബൈനേർണി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ലിസി ഏത്തക്കാട്ട്, MPTA പ്രസിഡന്റ് സ്മിത, PTA വൈസ് പ്രസിഡന്റ് പ്രേമൻ കുമ്മായിൽ, സ്കൂൾ ലീഡർ മിത്ര വന്ദന AM, ലോക്കൽ മാനേജർ റവറൻ ഫാദർ ജോൺസൺ അബേരവ്, പ്രധാനാധ്യാപിക ആനി PV എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ അധ്യാപിക ഗ്ലാഡീസ് ഡിക്കുഞ്ഞിയെ ഉപഹാരം നൽകി ആദരിച്ചു. സംഘടകർ പൊന്നാടി അണിയിച്ചു. വൈശാഖ് നിഫാഷറിൻ MS 5A 5B 5C 6A ആര്യ ഹിബ സുൽത്താന 7A അഖില വിനോദ്. തുടർന്ന് സർഗസന്ധിയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ബിസിനസ് വാർത്തകൾ. കേരളത്തിലെ പ്രമുഖ മൊബൈൽ ഫോൺ വിതരണക്കാരായ 3G മൊബൈൽ വേൾഡിൽ നോക്കിയയുടെ പുതിയ മൊബൈൽ ഫോൺ പുറത്തിറക്കി. നോക്കിയയുടെ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുള്ള ഏറ്റവും പുതിയ മോഡലായ നോക്കിയ X1 ലോഞ്ചിംഗ് ആണ് 3Gയുടെ കോഴിക്കോട് ഷോറൂമിൽ നടന്നത്. കേരളത്തിലെ പ്രമുഖ മൊബൈൽ ഫോൺ വിതരണക്കാരായ 3G മൊബൈൽ വേൾഡിൽ നോക്കിയയുടെ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുള്ള ഏറ്റവും പുതിയ മോഡലായ നോക്കിയ X1ന്റെ ലോഞ്ചിംഗ് നടന്നു. 3G മൊബൈൽ വേൾഡിന്റെ കോഴിക്കോട് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ നോക്കിയ റീജിയണൽ സെയിൽസ് മാനേജർ സുനിൽ മേനോൻ, നോക്കിയ ബിസിനസ് മാനേജർ D രമേശ് നായ്ക്കർ, നോക്കിയ ഡിസ്ട്രിബ്യൂഷൻ ചെയർമാൻ മനീഷ് നാരായണൻ, 3G മൊബൈൽ വേൾഡ് MD AK ഷാജി എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കേരള സംസ്ഥാന അസ്ഥിരോഗ അസോസിയേഷനും PK സുരേന്ദ്രൻ മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കോഴിക്കോട് മലബാർ പാലസ് ഹോട്ടലിൽ വെച്ച് സൗജന്യ സമ്പൂർണ്ണ സന്ധിമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയാ ക്യാമ്പും അന്താരാഷ്ട്ര സന്ധിരോഗ സിംപോസിയവും നടക്കുമെന്ന് ആർത്രോകോൺ 2014 ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അസോസിയേഷന്റെ 13ാം വാർഷിക സമ്മേളനവും ഇതോടൊപ്പം നടക്കും. സന്ധികളിൽ ഉണ്ടാകുന്ന വിവിധ തരം തകരാറുകളെപ്പറ്റിയും അസുഖങ്ങളെപ്പറ്റിയും ഇന്ത്യക്കകത്തും പുറത്തു നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരും പ്രൊഫസർമാരും ചർച്ച ചെയ്യുമെന്നും അവർ കൂട്ടിച്ചേർത്തു. മാർച്ച് 16-നാണ് ആർത്രോകോൺ ക്യാമ്പ് നടക്കുന്നത്. കൊയിലാണ്ടി ചേലിയ അർപ്പണം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 6ാം വാർഷികാഘോഷവും സുവനീർ പ്രകാശനവും മാർച്ച് 16-ന് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, ഡോക്ടർ MGS നാരായണൻ, ഡോക്ടർ MR രാഘവ വാര്യർ, കന്മന ശ്രീധരൻ മാസ്റ്റർ, PV ബാലകൃഷ്ണൻ, KP രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കുമെന്നും അവർ അറിയിച്ചു. KK കിടാവ് മെമ്മോറിയൽ സ്കൂൾ ഒരുക്കുന്ന തണൽ പരിസ്ഥിതി ചലച്ചിത്രമേളയും ഇതിനോടനുബന്ധിച്ച് നടക്കും. സ്വർണ്ണ വജ്രാഭരണ രംഗത്തെ ദക്ഷിണേന്ത്യയിലെ വിശിഷ്ട ബ്രാൻഡായ കീർത്തിലാൽസ് 75ാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് പ്രത്യേക സ്വർണ്ണ വജ്രാഭരണ പ്രദർശനം സംഘടിപ്പിക്കുന്നു.
കീർത്തിലാൽസിന്റെ പ്രത്യേകമായുള്ള സ്വർണ്ണ വജ്രാഭരണങ്ങളുടെ വിപുലമായ ശേഖരം ആഭരണ പ്രേമികളായ കോഴിക്കോട്ടുകാർക്കും പരിചയപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന പ്രദർശനം മാർച്ച് 22-23 തീയതികളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 8 വരെ ബീച്ച് റോഡിലെ താജ് ഗേറ്റ് വേ ഹോട്ടലിലാണ് നടക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ആഭരണ രംഗത്ത് പ്രശസ്തിയാർജിച്ച കീർത്തിലാലിന്റെ കീർത്തികേട്ട രൂപകൽപ്പനയിലും കൈവിരുതിലും ഭംഗിയിലും നിർമ്മിച്ച ആഭരണങ്ങളാണ് പ്രദർശനത്തിലുണ്ടാവുക. കീഴരിയൂർ കണ്ണോത്ത് UP സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും യാത്രയയപ്പ് സമ്മേളനവും മാർച്ച് 15-16 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 15 നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര വടകര DYSP CD ശ്രീനിവാസൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉദ്ഘാടന സമ്മേളനവും യാത്രയയപ്പും പഞ്ചായത്ത് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിക്കും. ചടങ്ങിൽ K കുഞ്ഞഹമ്മദ് MLA അധ്യക്ഷത വഹിക്കും. കോച്ച് OM നമ്പ്യാർ, അഡ്വക്കേറ്റ് ലക്ഷ്മിബായി എന്നിവർ സംബന്ധിക്കും. വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ, സാംസ്കാരിക സമ്മേളനം, അംഗൻവാടി കലോത്സവം എന്നിവ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊതുപരീക്ഷകളെ അപമാനിക്കുന്ന നയം UDF പിന്തുടരുകയാണെന്ന് SFI സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ്. SSLC ഉത്തരക്കടലാസ് നടുറോഡിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ SFIയുടെ പ്രതിഷേധ മാർച്ച്. അമൃതാനന്ദമയ്ക്കെതിരായ പ്രസ്താവനകളിൽ പ്രതിഷേധിച്ച് സ്വാമി സന്ദീപാനന്ദഗിരിക്കെതിരെ ചൂലുയർത്തി പ്രതിഷേധം. പ്രസ്താവനകളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സ്വാമി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തന സജ്ജമാവുന്നു. 90% പൈപ്പിടൽ പൂർത്തിയായതായി അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material.